Dharavi is one of the world's most heavily populated communities that plunges into utter darkness every day. But one win is here to change that. We brought solar lamps to over 1,000 people across Dharavi, making a promise of a better life and better tomorrow for these people. ഗൈസ്, അപ്പം ഞാൻ ജർമ്മനിയിൽ നിന്ന് പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. മുത്തല്ല, കിംബോയല്ല, ലൊട്ട ടീമല്ല, ആരെ കൊണ്ടും ഈ സാധനം കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചാൽ ആരാണേലും അവിടെ വെച്ച് താഴെ പോകും. ഞാൻ അതിന് ഉറപ്പ് തന്നിരിക്കുന്നു. താഴെ പോന്ന് പറഞ്ഞാൽ മരിക്കത്തൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നു, അവരെ കൊണ്ട് പറ്റത്തില്ല ഈ സാധനം രണ്ടാമത് കഴിക്കാൻ. അതായത് നീ പറഞ്ഞത് കഴിച്ചിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഛർദിക്കും. അവരെ കൊണ്ട് അത് ചവച്ചരച്ച് ഒരു ടേസ്റ്റ് ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല അവർക്ക്. പോയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ കണ്ടുപോയി. പോയി കഴിഞ്ഞാൽ പോയി. സംഭവം എടുത്തോണ്ട് പറഞ്ഞോ? ഔട്ട്ലൈൻ എന്ന് പറയുമ്പോ അത് ഇച്ചിരി വിഷയമാണ്, അങ്ങനെ പറയാം. ലോകത്താർക്കും കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കാൻ പറ്റും, എന്നാലും അതാരാണെങ്കിലും രണ്ടാമത് കഴിക്കാൻ വീണ്ടും മടിച്ചിരിക്കും. അപ്പൊ രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നീ തരൂ. രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നീ തരൂ. കൊണ്ടുപോകാനുണ്ടോ? 10 വീതം വീട്ടിൽ കൊണ്ടുപോകാനുണ്ടോ? രണ്ടാമത് കഴിച്ചാ കഴിക്കാൻ സാധനം കാണത്തില്ല. നമ്മൾ എത്ര പേരില്ല? എന്തൊക്കെയാണ് പറയുന്നത്? ഞാനോ? എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചലഞ്ചല്ലേ നിങ്ങളെ കൊണ്ട് ചലഞ്ചാണ്. അപ്പൊ നമ്മുടെ മുത്തൊക്കെ ഉണ്ട് ഇവിടെ. വരട്ടെ പറഞ്ഞോ. ഇത് ഇയാളൊക്കെ വലിയ പാർട്ടിക്കാർ ഇവിടെ വന്നിരിക്കും. വലിയ സാധനങ്ങൾ അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങക്ക്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടായി കൊടുത്തു. അല്ല, കഴിച്ചു കഴിഞ്ഞാൽ മുട്ടായി കച്ചവടക്കാരൻ വേറൊരു വെറൈറ്റി സാധനം കാണും. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ആദ്യം ഒരു സാധനം, അത് കഴിഞ്ഞാൽ അതിനേക്കാളും വീര്യം കൂടിയൊരു സാധനം. അങ്ങനെയല്ലേ? ഇതെല്ലാം കഴിച്ച് ജയിച്ച ആദ്യം നീ ഒന്ന് കഴിക്കും. അതിന്റെ നീ ആദ്യം ഒരെണ്ണം കഴിക്കും. അപ്പൊ നമ്മളെല്ലാം കഴിക്കും. ഞങ്ങളെല്ലാം കഴിക്കും. കഴിയത്തില്ലെന്ന് പറഞ്ഞു. വേണ്ട, ഞങ്ങളെല്ലാം കഴിക്കും. ഇൻഡിവിജ്വൽ നമ്മള് ആണല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങള് അടുത്ത വ്ളോഗിൽ നിനക്ക് സാധനം തരും കേട്ടോ. ജോളോ ചോക്ലേറ്റ്. വിഷയമില്ല. കഴിക്കോ? അന്നേരം ഞങ്ങൾ ഇതുപോലെ പറയും. ഇവർ രണ്ടുപേരും മത്സരം. എന്താ? ജോളോ ചോക്ലേറ്റ്. നമുക്ക് നോക്കാം. എനിക്ക് പറ്റത്തില്ല. ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ. നിങ്ങളാണെങ്കിൽ ചലഞ്ച് ഏറ്റെടുത്തിട്ടില്ല. ഞാനിപ്പോ വന്നോളൂ, പോവാറായി. മെയ് 6-ാം തീയതിയാണ് പോകുന്നത്. ഞാൻ എല്ലാ വർഷവും സാധനം കൊണ്ടുവരാം. ഗൈസ്, അപ്പൊ നമ്മുടെ കേടി വന്നിട്ടുണ്ട്. കേടി ഇവനാണ്ട് വിഷം തരുതാൻ പോകാം നമുക്ക്. ഇവൻ ജർമ്മനിയുടെ സാധനം കൊണ്ടുവന്നു. എനിക്കറിയത്തില്ല. അതെല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കി അത് ഇത് ചെയ്ത് ചോക്ലേറ്റ് പരുവത്തിലാക്കി കഴിക്കൂ ഉണ്ടെന്നാ പറഞ്ഞത്. നല്ല വീര്യമുള്ളതാന്നാ പറഞ്ഞത്. കഴിക്കൂ. അത് കഴിക്കാൻ വേണ്ട പുള്ളി വന്നു. ജർമ്മനി പോത്തില്ല. എരിവുള്ളതല്ലാണല്ലോ. ഞാൻ കഴിക്കില്ല. പണ്ട് അന്ന് കഴിച്ച് ഞാൻ തീ തുപ്പിയതാ. വണ്ടി കൂടെ കുറെ കാട്ടിക്കിടക്കുക. എന്താ ഇത്? ഇത് നമ്മുടെ ഉണ്ടല്ലേ, നമ്മളെ ഈ മരിച്ചു കഴിയുമ്പോ പോലീസുകാർ അതല്ലേ ഇങ്ങനെ നോക്കുന്നത് സംഭവം ഉണ്ടല്ലോ. കടന്നു പോലെ നമ്മള് ഉത്സവത്തിനൊക്കെ അടിപൊളിയല്ലേ? എന്ത് കഴിച്ചോണ്ട് പോയല്ലേ? ഇതൊക്കെയാണ് സാധനങ്ങള്. ജിന്നിന്റെ പല പല ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ താഴെ പോകുന്ന നീ പറയുന്നത്.
കഴിച്ചു. സത്യം പറ ഇയാള് ശിവകാശി വല്ലതായിരുന്നു, ജർമ്മനിയിലല്ലായിരുന്നു. വീടിപ്പടക്കമാണ് ഇത് ബീഡിപ്പടക്കമല്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെഡ് ബാങ്കർ, തല കറങ്ങി വീട്. പലിശക്കാരൻ്റെ ഹിസാബിലാണ് ബാങ്കിലെ ലോൺ പഠിക്കുന്നത്. ഇത് സംഭവം അറിയാം. ഇത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ഇതിലെന്തോ എന്താ തലയൊക്കെ കത്തുന്നുണ്ട്. ഇത് തല കത്തുവോ? തല പുളിയാന്ന് പറയുന്നത്. ഇവൻ പറയുന്നത് നമുക്ക് കഴിച്ചൊക്കെ തരും. പോയേക്കാം. ഇത് മനുഷ്യനെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന. സത്യം നോക്കാം, എന്തായാലും ചലഞ്ച് ചെയ്ത് ഇത് ഞാൻ കഴിക്കും. അപ്പൊ ഗൈസ് ദാണ്ട് ഇതാണ് സാധനം. അപ്പോൾ പൊതുവിജ്ഞാനം ഉള്ളവർക്ക് മാത്രമേ ഞാൻ ഈ സാധനം കൊടുക്കത്തുള്ളൂ. സാധനം ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഞങ്ങൾ വേറെ സാധനം എടുക്കാൻ പോകും. ചെറിയ റമ്പാടിയോ. അപ്പൊ ഫസ്റ്റ് ചോദ്യം, ബസൂക്കയിലെ ക്യാമിയോ റോൾ ആരാണ്? ആറാട്ടാണ്. സന്തോഷം. മൊത്തത്തിട് അത്. ഓ അകത്തുണ്ടോ? അകത്ത് സാധനം ഉണ്ടോ? ആക്കണ്ട, റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ചോദ്യം, എമ്പുരാനിൽ ടൊവിനോ എങ്ങനെയാണ് മരിക്കുന്നത്? ടൊവിനോ മരിക്കുന്നത് ഹെലികോപ്റ്ററിൽ. ഹെലികോപ്റ്റർ ബോംബ് പൊട്ടി. എന്താ ഓക്കെ, മൊത്തത്തിൽ മൂന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം? റഷ്യ. ഓക്കെ, നിങ്ങൾ പാസ്സായിരിക്കുന്നു. ഗ്രേപ്പ് ഇതാണ് ഐറ്റം. അപ്പൊ നാലാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം? പറഞ്ഞു. അറിയത്തില്ല. പെറു. ചൈന. ഇംഗ്ലണ്ട്. അമേരിക്ക. ചൈന. പറഞ്ഞില്ല. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം? ജപ്പാൻ. ഇന്ത്യ. ഓക്കെ, ഏതാ കഴിക്കുന്നേ? ഇക മുമ്പ് ഏതാ കഴിച്ചത്? രണ്ടാമത് ഞാൻ ചത്തുകൂടാ കഴിച്ചിട്ടല്ലോ. ഒന്നുമില്ല കഴിക്ക്. ചോദ്യം ചോദിക്കട്ടെ, നീ ചോദ്യത്തിന് ഉത്തരം പറ. അടുത്ത ചോദ്യം, മുത്തിനോടുള്ള ചോദ്യം, കേരളത്തിന്റെ തലസ്ഥാനം എന്തുവാ? കൊല്ലത്തിനപ്പുറമുള്ള സ്ഥലം തിരുവനന്തപുരം. ഉത്തരം പറ നീ. ഇത് പൊട്ടിയതാണോ? അത് കുഴപ്പമില്ല, അരിഞ്ഞു പോകും കേട്ടോ. അടുത്ത ചോദ്യം, ഓക്കെ, പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത 3 സിനിമയുടെ പേര് മാത്രം. എമ്പുരാൻ 2, പിന്നെ ഇനി ഇറങ്ങാൻ പോകുന്നത് ഒരു എമ്പുരാൻ ഒരു സിനിമ, അടുത്ത സിനിമ ലൂസിഫർ. അതിന്റെ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് അടുത്തത്. അത് അല്ലടാ, ലൂസിഫർ, എമ്പുരാന്. ഓക്കെ, ഇനി അവന് ഓർഡറിൽ പറയട്ടെ. ആദ്യമേ ഇറങ്ങിയത് ബ്രോഡാഡിയാണ്, പിന്നെ ലൂസിഫർ, പിന്നെ ആദ്യം ഇറങ്ങി ബ്രോഡാഡി. ലൂസിഫർ ഓർഡറിൽ പറഞ്ഞേ വരുന്നുള്ളൂ. ഓർഡറിൽ കറക്റ്റ്. ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ. അല്ല, ആദ്യമേ അവനിഷ്ടമാണ്.
സീസൺഡ് മദ്യപാനിയല്ലേ സത്യം പറ. കേടിക്ക് മാത്രം കിട്ടിയിട്ടില്ല ഇതിനായിട്ട്. കേടിട്ട് മാത്രം കിട്ടിയില്ല. പള്ളങ്കിക്ക് കിട്ടിയോ? ഇല്ല കിട്ടിയില്ല. അത് ആനും തീർന്നു കേട്ടോ. ഈ ഉത്തരവിന് പറയണം കേട്ടോ. സിമ്പിൾ ചോദ്യം. ജർമ്മനിയുടെ തലസ്ഥാനം പറ. ബെർലിൻ. എടാ, ഞാൻ ഡപ്പി നോക്കിയതാ കേട്ടോ. ഗോവയല്ല ബെർലിൻ. ഞാൻ ആംബർഗോ മറ്റേ മ്യൂണിച്ചോ പറഞ്ഞ. അടുത്ത ചോദ്യം. മലയാളത്തിൽ ആദ്യത്തെ 250 കോടി ചിത്രം. 250 കളക്ട് ചെയ്ത പടം മൊത്തത്തിൽ മുഴുവൻ. 250 നമ്മുടെ എമ്പുരാനല്ലേ? മഞ്ഞൾ പൈസ 250 അല്ലേ? അത് പുലിമൻ 150 അല്ലേ? മഞ്ഞൾ 200 മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് പടം പറ. പറയണം. മാമാങ്കമല്ല എന്നാലും കൊടുക്കല്ലേ. വേറൊരു കാര്യമുണ്ട്. മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് ബസൂക്ക. വേറൊരു കാര്യമുണ്ട്. നമ്മൾ അങ്ങോട്ട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇച്ചിരി മസിലുള്ളതാ. ഇത് എടുത്തു. നീ ഉത്തരം പറഞ്ഞാലുള്ളൂ. വിജയുടെ അടുത്ത പടം ജനനായകൻ. ആ നിനക്ക് ഏതാ വേണ്ടത്? റമ്പാടി എടുത്തേ. റമ്പാടി ഇല്ലല്ലോ ഇതിനകത്ത്. വായിലോട്ട് മൊത്തത്തിൽ തമിഴ്നാട്ടിലെ തലസ്ഥാനം ചെന്നൈ. കർണാടകയിലെ തലസ്ഥാനം പറ. നിനക്ക് ബാംഗ്ലൂർ. ശരിയല്ലേ? സാധനം നിർത്തിട്ടില്ല. ഒരു ബോക്സ് പറഞ്ഞുള്ളൂ. അടുത്ത ചോദ്യം. ലാലേട്ടന്റെ അടുത്ത പടം എന്തോ? തുടരും. വീണ്ടും തുടരും. നീ അങ്ങ് തുടരും. നശിപ്പിക്കാൻ വേണ്ടി എന്തോ ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. IPL ആദ്യത്തെ സീസൺ ജയിച്ച ആള്, ജയിച്ച ടീം, സോറി ടീം കപ്പ് നേടിയത്. ആണോ? ഉറപ്പാണ്. എനിക്ക് അതെടുക്കണം. ഇതുണ്ട് കാൽവഡോസ്. അപ്പോ എന്റെ കയ്യിലുള്ള എന്താണ് ഇത്? ഞാൻ പറയാം. എന്റെ കയ്യിലുള്ള എല്ലാം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിതരണം കൂടി ചെയ്യുകയാണ്. ഇനി ഒരു പെട്ടി കൂടെ തുറക്കാനുണ്ട്. അപ്പൊ ലാസ്റ്റ് ഓർമ്മ ഉണ്ട് ആദ്യം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ കുറച്ച് അറിയാൻ പറ്റും. അപ്പോൾ അത് ഈ പുള്ളി കഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവന്മാരെല്ലാം അയ്യോ പോയി. ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവരെല്ലാരും കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. എനിക്ക് തോന്നുന്നത് ഞാൻ ജയിച്ചെന്നാണ് തോന്നുന്നത്. ഇത് ഞങ്ങൾ ചെയ്ത് ഇതിനെക്കാട്ടി നല്ല എഫക്റ്റ് ഉള്ള സാധനം ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ചേട്ടാ UK ഓർമ്മയില്ലേ? അതെന്തോ പറയാ, അതോ ഭയങ്കര വിഷയമായിരുന്നു. അതൊക്കെ റാവുത്തറൊക്കെ ഒന്ന് കറങ്ങിപ്പോയായിരുന്നു. കുറഞ്ഞടിക്കുന്ന പോലെ. ഞാൻ നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്നില്ലേ? പക്ഷെ അന്നത്തെ ഉണ്ടല്ലോ വന്തനായി പോവായിരുന്നു വീട്ടില്. ഇത് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഞങ്ങൾ ഞങ്ങളെല്ലാം കടിച്ചുപറി കിട്ടുന്ന ആക്കറ നിങ്ങൾ എല്ലാം എന്തോ കുടിയന്മാരാന്ന് ചോദിക്കും എല്ലാവരും. ചുമ്മാ ഇത് ഒരു സംഭവം ഇല്ല. ചുമ്മാ ഒരു പാലിട്ടിടുമ്പോ ഒരു വല്ലാത്ത രുചി. എക്സ്പ്രഷൻ ചാലഞ്ച് നോക്കണ്ടേ? ഞാൻ എക്സ്പ്രഷൻ പറയാം. രണ്ടാമത്തെ പുളി പറയുന്നത് രണ്ടാമത്തെ പ്ലാനിൽ പൊട്ടിത്തെറിക്കുന്നു. പുതിയ രീതിയിലുള്ള ഹെഡ് ബാങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്കിത് പൊളിച്ചു നോക്കാം. ഇത് ചെറിയ രീതിയിലുള്ള പടക്കമാണ്.
ഇങ്ങനെ കയറിയാ മതി. നല്ല പ്ലാസ്റ്റിക് ഇത് ഹെഡ് ബാങ്കേഴ്സ് എന്ന് പറയും. ഇത് കഴിച്ച് ട്രാഫിക്കിന്റെ എന്തൊക്കെ ഉണ്ട് സൈഡിൽ മറ്റേ സാധനം ഇത് നല്ല പുളിയാണ്. നല്ല പുളിയാണെന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ പുളിയില്ലേ നിന്നെ നല്ല പിഴുപുളി പിഴിഞ്ഞ് നിന്റെ വായിലൊഴിക്കും. നല്ല നീ മുമ്പേ പറഞ്ഞു നല്ല കിക്ക് വരും പറഞ്ഞാൽ വന്നേ പണി കളഞ്ഞു. ഫുഡ് റിവ്യൂവർ നീല കഴിച്ചു നോക്കാം. നീല കഴിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും വെച്ച് കഴിക്കും. നമ്മൾ നീലാണ് നീലായിരിക്കും സെറ്റ്. ഇത് നമ്മുടെ ഈ പുളിക്കകത്ത് നമ്മുടെ പുളി ഉണ്ടപ്പുളിയില്ലേ ഈ ഉണ്ടപ്പുളിയുടെ അകത്ത് സാധനം ഉണ്ടല്ലോ അതാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓർമ്മ ഒരു ചോമ്പ് നിങ്ങൾക്ക് ഏക്കത്തില്ല. പിന്നെ ഞാൻ എന്തുവാ ഇറക്കി വിഴുങ്ങിയ ഞാൻ നീലം ചുമല കഴിക്കാം. നീല റാസ്ബെറിയാ മറ്റേ സ്ട്രോബെറിയാ. കുറച്ച് നേരത്തേക്കുള്ളേ ഉള്ളൂ, പറ്റിയില്ല. ഇത് മുട്ടായില്ല, ഇത് മൈക്കാ. മൊഴി കടി കടി നീ തന്നെ ഇട്ടോ ഏറായിട്ടില്ല. തുരുമ്പുള്ള വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ട് ഇതാണ് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് ചലഞ്ച് ചെയ്യാൻ. അത് ഭയങ്കര വേസ്റ്റ് മുട്ടായിരുന്നു. അത് ഭയങ്കര സീനാണ്. അത് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിനക്കത് പുളി ഉണ്ടെന്നേ പറയാൻ പറ്റത്തില്ല, നിനക്ക് ഇടി കിട്ടും. നീ 4 എണ്ണം നിന്നിട്ട് എക്സ്പ്രഷൻ കണ്ടോ? പുളി ഉണ്ടെന്നേ പറയാൻ പറ്റത്തില്ല, ഇടി കിട്ടും. ആദ്യത്തെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മധുരമുള്ള മുട്ടയുടെ പെയിന്റ് അടിച്ച് വിടുന്നത് ജോണിക്ക് പണിഷ്മെന്റ് കൊടുക്കണം. ഇങ്ങനെ കൊണ്ട് ഭയങ്കര ആനയാചാനെന്ന് പറഞ്ഞു. നാക്കിന് ടേസ്റ്റ് നാളെ ചോറ് അടിക്കുമ്പോൾ നാളെ ഞാൻ ഇറങ്ങത്തില്ലല്ലോ. ഇടയ്ക്ക് വിഷം വല്ല ആണോ കൊടുത്തത്? പുട്ടാമുട്ട വല്ല ആണോ? ഏണ്ണ ഇവനൊരു 5 എണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ. 4 എണ്ണം ഇട്ട് നോക്കുക, അപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റും. സിമെന്റിന്റെ രുചിയായിരിക്കും. നാക്കേറി വരാത്ത ഒരു വല്ലാത്തൊരു
ഒരു തുരുമ്പിന്റെ രുചിയാണ്. അല്ല ടേസ്റ്റ് ഇല്ല എന്റെ മണ്ടക്കില്ലേ അപ്പോൾ ജോണിയുടെ എന്താണ് സാധനം പോയി നാക്ക് ചീറ്റി പോയിരിക്കുന്ന സാധനം പോയി അത് പുള്ളി നനഞ്ഞ പടക്കം ഉണ്ടാവേണ്ടത്. അതെ നനഞ്ഞോണ്ട് ചീറ്റിപ്പോയി ജോണി എന്തെങ്കിലും പറയണ്ടോ? പൊട്ടുന്ന് പറഞ്ഞു കുറച്ച് ആദ്യം നല്ല പുളി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളത് മധുരമായി. നല്ല പുളി ഉണ്ടായിരുന്നില്ലേ പുളി ഞങ്ങളുടെ ചേട്ടൻ കൊണ്ട് സാധനം കഴിക്കണം. അയ്യോ പറ്റത്തില്ല നമുക്ക്. ഇയാള് ഗ്രേഡ് കുറഞ്ഞ എന്തോ സാധനം വിചാരിച്ചു നമ്മളൊന്നും നിങ്ങൾക്കെല്ലാം ഹെൽത്തി ആയി കൊണ്ടുവന്നത്. പിന്നെ ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും പറയുന്നു ലാസ്റ്റ് പറയുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.